രണ്ടാമത്തെ ഇര എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ജഡ്ജാണെന്നേ. ഈ പ്രിസൈഡിംഗ് ജഡ്ജിന് ഫ്രം ദ ഡേ 1 തൊട്ട് ഈ കോടതിക്കുള്ളിലും കോടതിക്ക് പുറത്തും സൈബർ ലോകത്തും നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണങ്ങൾ ചില്ലതാണോ? അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബം, 2 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ്, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണം, പൊളിറ്റിക്കലായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ അതിജീവിതയുടെ വക്കാലത്തെടുത്ത് പ്രോസിക്യൂഷനൊപ്പം അതിജീവിതയെ കോടതിയിൽ സഹായിച്ചിട്ടുള്ള വക്കീൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ജഡ്ജി ആരാണെന്നോ ജഡ്ജിയുടെ വേറബിൾസ് എന്താണെന്നോ അവരുടെ പോർട്ട്ഫോളിയോ എന്താണെന്നോ ഈ സമൂഹത്തിന് അറിയില്ലായിരുന്നു. ആ സമൂഹത്തെ അറിഞ്ഞത് എങ്ങനെയാണ്? ഇതിൽ 8ാം പ്രതിയുടെ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ശബ്ദരേഖ കിട്ടുന്നു. ജഡ്ജിയുടെ ഭർത്താവ് എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്കെതിരെ 2019 ഒരു കേസുണ്ടെന്നും ഒരു കസ്റ്റഡി മരണ കേസുണ്ടെന്നും അത് നമുക്ക് ലിവറേജ് ആവുമെന്നും പറയുന്ന ഒരു ശബ്ദ സംഭാഷണം പുറത്തു വരുന്നു. അതല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതുവരെ പുറത്തു വരാത്തൊരു വിധിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ശബ്ദരേഖ, അതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ നിന്ന് ചോർന്ന് കിട്ടി ഇത്തരത്തിലൊരു കാര്യം? ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തിപരമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറിയാം. അല്ല, അത് വിധിയിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വിധിയിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിധിയിൽ വരണമല്ലോ, വിധിയിൽ വരണം, അല്ലെങ്കിൽ കോടതി പറയണം. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, ഗ്യാഗ് ഓർഡർ ഉള്ള ഒരു കേസിന്റെ ഇത്രയും വലിയ ഒരു തെളിവ് എന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിവാണെന്നുമല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഈ ജഡ്ജി ആക്രമിക്കപ്പെട്ടു, മാധ്യമ വിചാരണ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊക്കെ ഇടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അതിജീവിത 1-ലധികം തവണ മേൽക്കോടതി സമീപിക്കുന്നു. ഈ പ്രിസൈഡിംഗ് ജഡ്ജിയെ കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ ശബ്ദരേഖ പുറത്തു വരുന്നു. അത് മാധ്യമങ്ങൾ കൊണ്ടുപോയി തപ്പിയെടുത്തതല്ലോ. അല്ലല്ല, മാധ്യമങ്ങൾ കൊണ്ടുപോയി തപ്പിയെടുത്തതിനൊക്കെ കൃത്യമായിട്ട് തെളിവുണ്ടെന്നേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 3ഓളം കേസ് പെൻഡിങ്,